ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കുറെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്ന് നെറ്റ് പ്രോഫിറ്റ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എവിടുന്നാണ് നമുക്ക് കിട്ടുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാലൻസ് ഷീറ്റിലായിരുന്നു അല്ലേ. ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനൊക്കെ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം? ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ അപ്പോൾ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് അതിലോട്ടൊന്ന് പോവാം. അപ്പൊ നമ്മുടെ രണ്ട് തരത്തില് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡിറ്റി ഓർഡറും അതുപോലെ തന്നെ പെർമനൻസി ഓർഡറും. കറണ്ട് ലയബിലിറ്റീസ്, ഓക്കെ, കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, അങ്ങനെ പല പല ക്ലാസിഫിക്കേഷനോട് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഫോർമാറ്റും പറഞ്ഞു അല്ലെ. പെർമനൻസിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഓർഡറിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ബാക്കി അസറ്റും ലയബിലിറ്റി ക്യാപിറ്റൽ തന്നെയാണ് നമ്മൾ എവിടെയും ഉണ്ടാവുക. നമ്മുടെ നമ്മുടെ എന്തുണ്ടാവുക? ബാലൻസ് ഷീറ്റ് ഇല്ലുസ്ട്രേഷൻ വീഡിയോ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് ഇതും പഠിച്ചു. അപ്പൊ ഇനി എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ്? നിങ്ങൾ അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ നോക്കിക്കോ. ഇല്ലുസ്ട്രേഷൻ 3. What is illustration 3 says? From the balance given below, prepare the balance sheet of Mr. Bharat and Bros as on 31st March 2014. ഓക്കെ, 2014 31st മാർച്ചിന് എന്ത് ചെയ്യുക? അവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്തിന്? ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി ഓർഡർ, രണ്ടാമത്തത് പെർമനൻസി. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, പിന്നെ ജസ്റ്റ് അതിനെ റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ലോൺസ് ഫ്രം ബാങ്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ലയബിലിറ്റീസ് ആണല്ലോ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ ലയബിലിറ്റി. ഓണർക്ക് കൊടുക്കാനുള്ള ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എന്താ? അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് ആണ് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്ന ട്രേഡിംഗ്. അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിനാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും അവിടെ ട്രേഡിംഗ് എന്ത് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. പക്ഷെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ? അത് നമ്മുടെ അസറ്റ് ആണ്. കാരണം അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഇല്ലേ? കറണ്ട് അസറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് ഓരോ ദിവസം കച്ചവടം. സെൻട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. ബിൽസ് പേബിൾ ലയബിലിറ്റി ആണ്. ഡ്രോയിങ് എന്താ? ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം, ഒരു ലയബിലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. ഫർണിച്ചർ അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വന്നതാ. ഇത് ഏതിലൂടെ ആഡ് ചെയ്യണം? ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യണം. ഇതല്ലേ ട്രീറ്റ്മെന്റ്. ഈ ഡ്രോയിങ്സ് എന്താണ്? ഈ എമൗണ്ട് എവിടുന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം? ക്യാപിറ്റലിൽ നിന്ന് പുറത്തുനിന്ന് ഡ്രോയിങ്, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. കാരണം ഈ നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന ആർക്ക് അവകാശപ്പെടാവും? ലോണർക്ക് അവകാശപ്പെട്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം. നോക്കിക്കോ, ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പേ എഴുതി. എങ്ങനെയാണ് ഫസ്റ്റ് നമ്മളപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ. ലിക്വിഡിറ്റി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നതാണ് ലിക്വിഡിറ്റി. അപ്പൊ അതിന്റെ ഓർഡറിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അതായത് ഇതിൽ എഴുതുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ ഇതിൽ എഴുതുന്ന ഓരോ കാര്യങ്ങൾ അസറ്റും ലയബിലിറ്റീസ് എഴുതുമ്പോൾ ലിക്വിഡിറ്റിയുടെ ഓർഡർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി
എന്താ പറയുക ഓർഡർ ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. സോ ഫസ്റ്റ് നമ്മൾ ഏത് ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് എഴുതണം, എന്താണ് ആ സാധനം എന്നുള്ളത്. ഇപ്പൊ ബാലൻസ് ഷീറ്റ് ഓഫ് മിസ്റ്റർ ഭാരത് ആൻഡ് ആസ്. രണ്ടാമത് എഴുതേണ്ട എല്ലാത്തിനും ശ്രദ്ധിക്കേണ്ടതാണ് ബേസിക്. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ എന്താ ഹെഡിങ്. എല്ലാ അക്കൗണ്ട്സ് വരക്കുമ്പോഴും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ ഹെഡിങ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ് ഡേറ്റ്. ഇറ്റ്സ് ആ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ഒരു സൈഡിൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെയാണ് ലയബിലിറ്റീസിന്റെ സൈഡിൽ വരിക? രണ്ട് കാര്യങ്ങളാണ്, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇനി അസറ്റ്സിന്റെ സൈഡിലോ നമ്മൾ പലതരം ക്യാഷ്, ഇപ്പൊ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, അങ്ങനെ. ഇനി നമ്മൾ ലിക്വിഡിറ്റി ബേസിസ്. ലിക്വിഡിറ്റി ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഫോർമാറ്റ് നിങ്ങൾ ഓർക്കണം. നിങ്ങളെ ഫോർമാറ്റ് നോട്ടിലോട്ട് എഴുതണം കേട്ടോ. നമ്മൾ മുകളിൽ കണ്ടില്ലേ, ഞാൻ കൊണ്ട് കൊടുക്കണടാ. ഇതാണ് പെർമനൻസി ബേസിസ്, ഇത് എന്താണ് ലിക്വിഡിറ്റി ബേസിസ്. സോ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് പകർത്തും. സോ അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയപ്പോൾ ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി ബേസിസ് ആണ്. സോ ഏറ്റവും പെട്ടെന്ന് ലിക്വിഡ് ആവുന്നത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഏതൊക്കെ ഓരോന്നിട്ട്. ക്യാപിറ്റൽ. ക്യാപിറ്റൽ നോക്കണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, ലയബിലിറ്റി സൈഡാണ്. അപ്പൊ ഈ സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ലയബിലിറ്റി കിടക്കുന്നത്. സോ ഇത് ലെഫ്റ്റ് സൈഡാണ്. പക്ഷെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ്. നമ്മളിപ്പോൾ ലയബിലിറ്റീസ് കൊടുക്കുക, ആദ്യം ഏതാ കൊടുക്കുക, ആദ്യം എന്താ പറയുക ബിൽസ് പേബിൾ ഉണ്ട്, അതിന്റെ ഓർഡറാണ്. ആദ്യം നമ്മൾ ബിൽസ് പേബിൾ കൊടുക്കും, പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, പിന്നെ ലോൺ ഫ്രം ബാങ്ക്, പിന്നെ ക്യാപിറ്റലൊക്കെ ലാസ്റ്റ് ആണ് ചെയ്യുക. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. ഈ ക്യാപിറ്റലിൽ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്താറുണ്ട്. ജസ്റ്റ് ഓരോ കാര്യങ്ങൾ പറയാം. എന്തൊക്കെ, ഈ പ്രോഫിറ്റ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡ്രോയിങ്സിൽ ഓണർ കൊണ്ടുപോയ ഫണ്ട് ആ 8000 കുറക്കും. അതായത് ഇപ്പോഴത്തെ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും, ഇപ്പൊ 50,000 ഉണ്ടല്ലോ, 50K എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക 1000 സൂചിപ്പിക്കാനാണ്. അതിലൊരു 6000 രൂപ ആര് കൊണ്ടുപോയിട്ടുണ്ട്, ഈ ഓർഡറിനെ വലിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് നെറ്റ് പ്രോഫിറ്റ് 21,500 ഇങ്ങോട്ട് കൊണ്ടു ചെയ്തില്ല. അപ്പൊ അത് ആഡ് ചെയ്യുന്നത് 21. സോ ഇതിന്റെ ഒരു നെറ്റ് ആയിരിക്കും ക്യാപിറ്റലായിട്ട് നമ്മൾ കാണിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ അത് നോക്കാം. ഇവിടെ ഓർഡർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റി ഓർഡർ. അപ്പൊ ലയബിലിറ്റിന്റെ സൈഡിലും എന്താ പറയാ, നിങ്ങൾക്ക് ആ ഫോർമാറ്റ് ഓർമ്മയാണ്. അസറ്റിന്റെ സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ രണ്ടും എഴുതുമ്പോൾ നമ്മൾ ഏതിന്റെ ഓർഡറിൽ എഴുതണം, ലിക്വിഡിറ്റി. ഇപ്പൊ ലിക്വിഡിറ്റി പറഞ്ഞാൽ ഈ ലിക്വിഡിറ്റി ഓർഡറിൽ ലാസ്റ്റ് ആണ് ക്യാപിറ്റൽ. നിങ്ങൾ ഇത് നോക്കിയായിരിക്കും കണ്ടോ, ഇതിൽ അവർ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് മൈനസ് ചെയ്തു, എന്നിട്ടാണ് ഇവിടെ ക്യാപിറ്റൽ എഴുതുക. അപ്പൊ ഏതിന്റെയൊക്കെ ഇപ്പൊ എഫക്ട് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ക്യാപിറ്റൽ കഴിഞ്ഞു, ഹൈലൈറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു, ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഫോർമാറ്റ് എഴുതിയിട്ട് നിങ്ങൾ എഴുതിയാലും മതി. പിന്നെ ഡ്രോയിങ്സിന്റെ ഇത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒന്നുകൂടെ കഴിഞ്ഞു, എന്തായിരുന്നു അത്, നെറ്റ് പ്രോഫിറ്റ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഓക്കെ. ഇനി അത് വേറെ എവിടെ എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി ലോൺ ഫ്രം ബാങ്ക്, ഇതെന്താണ്, ലയബിലിറ്റി അല്ലേ. ഇപ്പൊ ലയബിലിറ്റി സൈഡിൽ എഴുതണം. അപ്പൊ ആ ഓർഡർ വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ ബിൽസ് പേബിൾ, പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, പിന്നെ നമ്മൾ ലോൺ ഫ്രം ബാങ്ക് എഴുതാറ്. അപ്പൊ ആ ഓർഡറിൽ നമ്മൾ ലാസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എല്ലാം ഉണ്ടായാൽ മതി. ഓക്കെ. അപ്പൊ ലോൺ ഫ്രം ബാങ്ക് എഴുതി 20,000. അപ്പൊ അതും കഴിയും. ഇനി ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള സാധനമാണ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പൊ അത് അസറ്റ് അല്ലേ ഏറ്റവും ആദ്യം എഴുതും. ഓക്കെ. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് അല്ല ഫസ്റ്റ് എഴുതിയിരിക്കുന്നു. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതും. ഓക്കെ. അപ്പൊ അതും കഴിയും. ഇനി ക്യാഷ് അറ്റ് ബാങ്ക് എന്താ, അസറ്റ് ആണ്. അസറ്റിൽ ഏതാ രണ്ടാമത് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളതാണ് എന്ത്, ബാങ്ക്. ക്യാഷ് ബാങ്ക് ഒക്കെ ശരിക്കും ഈസി ലെവൽ ഓഫ് ലിക്വിഡിറ്റിയാണ്. കാരണം എപ്പോൾ ചോദിച്ചാൽ നമുക്ക് പേയ്മെന്റ് ചെയ്ത് വിടണം. പക്ഷെ ക്യാഷ് ഹൈലി ലിക്വിഡ് അപ്പൊ തന്നെ കൊടുക്കും. ചിലപ്പോൾ നെറ്റ് എററൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതി കൊടുക്കാൻ കഴിയില്ല ബാങ്ക്. സോ മേ ബി അതുകൊണ്ടായിരിക്കും ഒരു ജസ്റ്റ് താഴോട്ട് ഇട്ടത്. ഓക്കെ. ഇനി ക്ലോസ് സിസ്റ്റം. ക്ലോസിംഗ് സിസ്റ്റം ഒക്കെ ഞാൻ പറഞ്ഞു അസറ്റ് ആണ്. ഇപ്പൊ അസറ്റിന്റെ സൈഡിൽ വരിക, അതിന്റെ ഓർഡർ നിങ്ങൾ പഠിക്കും. ഓക്കെ. സ്ലൈറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ സൺഡ്രി ഡെബിറ്റേഴ്സ് അല്ല ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്താ, ലയബിലിറ്റി ആണ്. അപ്പൊ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി 15,000. അപ്പൊ അത്രയും കഴിഞ്ഞിട്ടോ. അപ്പൊ ഈ സൈഡ് നമ്മൾ ഫുള്ള് ചെയ്തു, കംപ്ലീറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്തുകൊണ്ട്. ഇനി സൺഡ്രി ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. അപ്പൊ അസറ്റ് സൈഡിൽ നേരത്തെ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത ഡെപ്റ്റേഴ്സ് ഇത്. ഓക്കെ. അപ്പൊ അതും കഴിഞ്ഞു, സൺഡ്രി ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു. ബിൽസ് പേബിൾ എന്താ, നമ്മൾ കൊടുക്കേണ്ട പൈസ നമുക്കത് ലയബിലിറ്റി ചെയ്യണം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേബിൾ. ഓക്കെ. അപ്പൊ ബിൽസ് പേബിൾ കഴിഞ്ഞു.
ഡ്രോയിങ്സ് ആൾറെഡി കഴിഞ്ഞതാണ്. നമ്മൾ ക്യാപിറ്റലിനായി പ്രാക്ടീസ് ചെയ്യും. ബിൽഡിംഗ് അസറ്റ് ആണ്. ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് ഒരു കമ്പനിയുടെ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ അത് അടച്ചു പൂട്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ലാസ്റ്റ് വിൽക്കുന്ന സാധനമാണ് ഈ ബിൽഡിംഗ് കണ്ടോ. അപ്പൊ ലിക്വിഡിറ്റി ഏറ്റവും കുറവാണ്, ലാസ്റ്റ് നമ്മൾ കൊടുക്കും. പിന്നെ ഫർണിച്ചർ 4000, ഇൻവെസ്റ്റ്മെന്റ് എത്ര? 15000. ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിലോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റ് ആണ്. ജസ്റ്റ് രണ്ടും ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുന്നു, രണ്ടും ടാലി ആവും. നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ടാലി ആയിരിക്കും. ഇതാണ് അപ്പൊ ലിക്വിഡിറ്റി ഓർഡർ. അപ്പൊ നമ്മുടെ ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാലും പെർമനൻസി ഓർഡർ എന്ന് പറഞ്ഞാലും ഒറ്റ ഒന്നിന് ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഡിഫറൻസ് ഓർഡർ ടേംസ് നമ്മൾ ഓരോന്ന് എഴുതുന്നതിന്റെ ആ ഒരു ഓർഡറിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ഇനിയാണ് രണ്ടാമത്തെ പെർമനൻസി ഓർഡർ. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഉണ്ടോ ജസ്റ്റ് ഓർഡറിന്റെ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ലാസ്റ്റ് എന്ന് വന്നിട്ടാണ് ചെയ്തത്. പക്ഷെ ഇവിടെ പെർമനൻസിൽ ആദ്യമാണ് ക്യാപിറ്റലിന്റെ കാര്യം. ഇവിടെ അല്ല ക്യാപിറ്റൽ എഴുതി, രണ്ടും സെയിം ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ ബാലൻസ് ഒക്കെ 1,08,500 2,800 വരും. പക്ഷെ ഇവിടുത്തെ ഉള്ളതൊക്കെ തല തിരിച്ചാണ് എഴുതിയാണ്. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഫസ്റ്റ് എഴുതി, ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ലാസ്റ്റ് എഴുതി. ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് രണ്ടാമത് എഴുതി, ഇവിടെ ലാസ്റ്റ് രണ്ടാമത് എഴുതി. സെൻട്രൽ ഡെബിറ്റേഴ്സ് അവിടെ എഴുതി, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്സ്, ബിൽഡിംഗ്. ഇവിടെ ബിൽഡിംഗ് ആണ് ഏറ്റവും ലാസ്റ്റ്, പക്ഷെ രണ്ടാമത്തെ പെർമനൻസിലോ ഏറ്റവും ഫസ്റ്റ്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഫോർമാറ്റാണ് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പോകും. ഓക്കെ, അപ്പൊ അത് ലിക്വിഡിറ്റി ഓർഡർ ആണെന്നുണ്ടെങ്കിലും പെർമനൻസി ഓർഡർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ എന്തിൽ ഡിഫറൻസ് ഉണ്ട്? ഓർഡർ. ഓൺലി ഇൻ ദ ഓർഡറിൽ മാത്രമേ എന്തുള്ളൂ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതാണ് ബാലൻസ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എന്താ പറയാ ട്രേഡിംഗ്. ഫസ്റ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങൾ, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്നാമത് ബാലൻസ്. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ്. മൂന്നാമത് ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ത് കിട്ടും? കമ്പനിയുടെ പൊസിഷൻ. അപ്പൊ ലയബിലിറ്റി എത്ര ഉണ്ട്? 1,08,500. അതിൽ നമുക്ക് മനസ്സിലായി എന്ത് 65,500 ഓണേഴ്സിന്റെ ലയബിലിറ്റി ആണ്. ബാക്കിയുള്ളതൊക്കെ കടം മേടിച്ചത്, പിന്നെ നമ്മുടെ സെയിലിന്റെ പർച്ചേസ് ചെയ്തിന് കൊടുക്കാനുള്ളത്, ബിൽസ് പേയ്മെന്റൊക്കെയാണ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അസറ്റ്, എത്ര കമ്പനിക്ക് എത്ര സ്വത്തുണ്ട്? 1,08,500 ഇവിടെ കമ്പനിക്ക് വോട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മനസ്സിലായി വിചാരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഇത് നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ് പല ഏരിയ ആയിട്ട്. വീണ്ടും അവർ അത് ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട്. ഫസ്റ്റ് ആണ് അസറ്റ്. അസറ്റ് എന്താണെന്നുള്ളതൊക്കെ ആൾറെഡി മനസ്സിലായി. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വർഗീകരിക്കുക അല്ലെങ്കിൽ വേർതിരിക്കുക. ഇങ്ങനെ രണ്ടെണ്ണം കുറെ പല പല ഭാഗങ്ങളാക്കുന്നത്. ഫസ്റ്റ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് പെർമനന്റ് ബേസിസ്, ഒരു ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ബിൽഡിങ്, അതുപോലെ തന്നെ ലാൻഡ്, ഇതൊക്കെ നമ്മളൊരു ബിസിനസ് പേർപ്പസ് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ മേടിക്കാറ്. സോ ഇങ്ങനെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ലാൻഡ്, അതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്. ഇനി കറണ്ട് അസറ്റ്, അതായത് സാധാരണ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ഓക്കെ, ലെസ് ദാൻ 1 ഇയറിന് വേണ്ടിയിട്ട് മേടിക്കുന്ന അസറ്റ്സ് തമ്മിലുള്ളതാണ് അതിന് കറണ്ട് അസറ്റ്. ദീസ് ആർ ദ അസറ്റ്സ് which are acquired the business either for resale or convincing the recipients. എന്നാലും റീസെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട് അപ്പൊ തന്നെ. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക്, ഞാൻ പറഞ്ഞു ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു കറണ്ട്. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ? നമ്മളുണ്ടാവും വിൽക്കാൻ വേണ്ടി മേടിച്ചതാണ്. അല്ലാതെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അതെന്താ? കമ്പനിയിൽ കുറെ സാധനങ്ങൾ വിൽക്കും, അല്ലാതെ എന്താ പറയാ നമ്മൾ കുറച്ച് സാധനം അധികം മേടിച്ച് വെക്കില്ലടാ. അതാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വിൽക്കാൻ വേണ്ടി മേടിച്ചത്. ഇവന്റും അതെന്താണ്? ഒരു കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് അത് നമ്മൾ ഒരു വർഷത്തിലേക്കാൾ കൂടുതൽ വെക്കും ഇല്ല. അതിനൊരു കച്ചവടക്കാർ വന്ന് നമ്മൾ അത് കൊടുക്കും. ഇനി ടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന് പറയും.
These are the assets can be seen, touch and have certain value. കാണാൻ പറ്റണം. എന്താ ടാൻജിബിൾ എന്നാണ്? കാണാൻ പറ്റണം, അതുപോലെ തന്നെ ടച്ച് ചെയ്യാൻ പറ്റും. ഈ മൈക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആൻഡ് ഹാവ് എ വോളിയം, ഇതിലൊരു വോളിയം ഉണ്ട്, വോളിയമാണ്. എൻ്റെ ഗുഡ് ബിഹേവിയർ ആണെന്ന് വിചാരിച്ചു. ഈ ഗുഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കാണാൻ പറ്റും. കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കാണാൻ പറ്റും, നമുക്ക് പ്രകടിപ്പിക്കുമ്പോൾ കാണാം. അല്ലാതെ അത് ടച്ച് ചെയ്യാൻ പറ്റൂടാ, എൻ്റെ ഗുഡ് ബിഹേവിയറെ ടച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിഹേവിയറിന് ഒരു വോളിയം ഉണ്ടടാ. അപ്പൊ അതെന്തല്ല ടാൻജിബിൾ അസറ്റ്. ഇപ്പോൾ ഒരു ശരിക്കും അതൊരു അസറ്റ് തന്നെയാണ്. നമ്മുടെ ഈ പോയിന്റ് ഓഫ് കൺസെപ്റ്റ് ശരിക്കും അത് അസറ്റ് ആയിട്ട് മേ ബി ആക്ട് ചെയ്യുന്നുണ്ടാവും, ബട്ട് ഇൻ ആക്ച്വലി അതെന്തല്ല. ഇനി ഇൻടാൻജിബിൾ അസറ്റ്. ഇൻടാൻജിബിൾ അസറ്റ് അസറ്റ് വിച്ച് ക്യാൻ എയ്തർ ക്യാൻ സീ ഓർ ടച്ച് ഹാവ് നോ വോളിയം. വോളിയം ഉണ്ടാവില്ല, കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. കാൾഡ് ഇൻടാൻജിബിൾ അസറ്റ്. ഇപ്പൊ പാറ്റൻസ് അറിയില്ലടാ, കോപ്പിറൈറ്റ് അറിയില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ, അതിന്റെ അതേപോലുള്ള ബുക്ക് വേറെ ആർക്കെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. പക്ഷെ അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂടാ. അങ്ങനെ ഇല്ല, അതിനുവേണ്ടി കാണാം, പക്ഷെ അങ്ങനത്തെ ആ ഒരു റൈറ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, നമ്മളൊരു പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പേര് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുഡ് വില്ല് എന്ന് പറയുന്നത്, ഇപ്പൊ ലുലു എന്ന് പറയുന്നത് എല്ലാവർക്കും അതിനൊരു പോപ്പുലാരിറ്റി ഇല്ലേ, അതിനൊരു ആളുകളുടെ ഇടയിൽ നല്ലൊരു ഇമേജ് ഇല്ലേ, ആ ഇമേജ് ഒക്കെ നമുക്കടാ അത് അസറ്റ് ആണ്. അത് നമുക്ക് തുടങ്ങാൻ പറ്റില്ല, അത് ആക്ച്വലി ഒരു അസറ്റാണ്. കാരണം അത് കാരണം നമുക്ക് കമ്പനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, അല്ലെ കമ്പനിക്ക് ഭാവിയിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊക്കെ ബെനഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുഡ് വില്ലൊക്കെ തന്നെയാണ് ആക്ച്വലി ക്രിയേഷൻ. ഇപ്പോ നമ്മുടെ ഇപ്പൊ ഈ കമ്പനീസ് ഒക്കെ വാല്യൂ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ഗൂഗിളിന് ഇത്ര രൂപ, ഈ ഒരു ഗുഡ് വില്ലൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അല്ലാതെ അത്രയും പൈസ ഒന്നും എവിടെ അല്ല. സപ്പോസ് 465 ബില്യൺ ആയിട്ട് ഗൂഗിളിന്റെ ഒക്കെ എന്താ പറയുന്നത് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂക്ക് എന്തിന്റെ ബേസിസില്ല, ഇങ്ങനെ ഗുഡ് വില്ലൂടെ ആഡ് ചെയ്തിട്ട്. കാരണം ഗൂഗിളിനെ പോലെ കമ്പനി എന്താ പറയാ വരിക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ. ഇനി ലിക്വിഡ് അസറ്റ്. എന്താ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ആർ എയ്തർ ക്യാഷ് ഓർ ക്യാൻ ബി ഈസിലി കൺവേർട്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇത് ക്യാഷ് ആയിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് അതിനെന്തിനും പെട്ടെന്ന് തന്നെ ക്യാഷ് ആണ്. എക്സാമ്പിൾ പറയുന്ന സ്റ്റോക്ക്. ഇപ്പൊ നോക്കട്ടെ, സ്റ്റോക്കൊക്കെ നമ്മൾ ശരിക്കും ട്രേഡേഴ്സ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സ്റ്റോക്ക് എന്താ, ഈസിലി വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ക്യാഷ്, പെട്ടെന്ന് ക്യാഷ് ആക്കി വിറ്റ് അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് വരും. സോ അതുപോലെ തന്നെ ബാങ്ക് എന്ന് പറയുന്നത് ലിക്വിഡ്, ഹൈലി ലിക്വിഡ് അസറ്റ്. പെട്ടെന്ന് ചില മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്, വിറ്റ് കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ക്യാഷിലോട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇനി തരം അസറ്റുകളെയും നമുക്ക് എന്താ പറയുക. സപ്പോസ് ഒരു ലാൻഡ് എന്ന് പറയുന്ന ലിക്വിഡ് അസറ്റ് ആണ്. ഇല്ല, അതിനൊരാളെ കണ്ടെത്തി അത് വിറ്റ് അതിന്റെ എമൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് മാസങ്ങളോളം പ്രോസസ്. അപ്പൊ എന്തിനാ ഈ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, എല്ലാ കമ്പനീസും ലിക്വിഡ് അസറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ കമ്പനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ക്യാഷ് നമുക്കത് എവിടെ മാനേജ് ചെയ്യേണ്ടത്. വേസ്റ്റിംഗ് അസറ്റ്. എന്താ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ, basically these are the assets which are exhaust or reduce the value of their uses. Mines, quarries, etc. are the terms this category. Waste assets എന്ന് പറഞ്ഞാൽ which are exhaust, അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ കോറി, അതുപോലെ തന്നെ മൈനിങ്, അതാണ് മെയിനായിട്ടും ഈ വേസ്റ്റ് അസറ്റ്സിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കട്ടെ, സപ്പോസ് നമ്മളൊരു കോറി 10 വർഷത്തിനൊക്കെ ലീസ് ഇട്ടാൽ അത് കാലാകാലം അതിന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ കോറി? ഇല്ല. അതിന് നമുക്ക് സപ്പോസ് ഒരു കല്ലുവെട്ട് കോറിയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിന് കല്ലെടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ വാല്യൂ ആക്ച്വലി കുറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും പറ്റാത്തൊരു സാധനമായിട്ട് മാറും. അപ്പൊ അതാ പറയുന്നത് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് എന്താ, ഇപ്പൊ ഓരോ ദിവസം വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഇത് വെച്ചിട്ടുണ്ട് അതിന്റെ വാല്യൂ കുറയുന്നത്. ഓക്കെ, അടുത്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ദീസ് ആർ നോട്ട് റിയൽ അസറ്റ്. The real asset is items such as expense or loss which have not been written off full. For example, preliminary expense under rating condition. ഇതെന്ന് പറയുന്നത് എന്താടാ, ഇത് പറയുന്ന ആക്ച്വലി ഇതൊരു അസറ്റ് ഒന്നല്ല, ഇതൊരു എക്സ്പെൻസ് പോലെയാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി, അല്ലെങ്കിൽ അതൊരു ലോസ് ആണ്. പക്ഷെ ഇപ്പൊ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത്,
കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ചിലവുകൾ നമ്മൾ പറയുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസ്. ഇതൊക്കെ ചില കമ്പനീസ് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, നമ്മുടെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാനാണ്. ആക്ച്വലി ഇവൻ ഇതൊരു എക്സ്പെൻസ് ആണെങ്കിൽ കൂടെ അസറ്റായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് റിട്ടേൺ ഓഫ് ഒക്കെ പിന്നീട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇതിന് പറയുന്നത് ഫിക്റ്റീഷ്യസ്. ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംശയമുള്ള ഒരു, അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് നമുക്ക് തന്നെ ഡൗട്ടാണ്. അപ്പോൾ ഇത് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ലയബിലിറ്റീസ് ഫസ്റ്റ് ലോങ് ടേം ലയബിലിറ്റീസ്. ഞാൻ പറഞ്ഞു ഇത് കറണ്ട് അസറ്റ് പോലെ തന്നെ ഒരുപാട് കാലത്തേക്കാണ് നമ്മൾ ഒരു ലയബിലിറ്റി, അത് എവിടുന്ന് മേടിച്ചതാണെന്ന് ബാങ്കിൽ. ഇപ്പൊ ക്രെഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, ക്രെഡിറ്റേഴ്സ് ഒന്നും ഒരിക്കലും ഒരു ലോങ് ടേം അല്ല. അവർ എന്തെങ്കിലും അല്ല, അതിൽ അവർ അടുത്തൊരു ഓർഡർ തരുമ്പോൾ തന്നെ അതിന്റെ പൈസ തരാം. അതല്ല പറയുന്നത്. ലയബിലിറ്റി ലോണ്, അതുപോലെ തന്നെ മോർഗേജ്. ലോണാണ് മെയിൻ ആയിട്ട് ലോങ് ടേം ലയബിലിറ്റി ആണ്. ഒരുപാട് വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒരു മാസത്തിനുള്ളിൽ കൊടുക്കേണ്ടി വരും. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല നമ്മളൊക്കെ കടത്തിന് മേടിച്ച ആളുകൾ. എന്താണ് ഓണേഴ്സ് ഫണ്ട്? അത് ലയബിലിറ്റി. ഓണേഴ്സ് ഫണ്ട് ഇത് ഓണിങ് ദ പ്രൊപ്പറേറ്റർ ഓഫ് പ്രോപ്പർട്ടി ആസ് എ ബിസിനസ് ദി ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഓക്കെ, ഞാൻ പറയല്ലേ, ഈ ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ നോക്കണം, ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ, ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ ഒരാൾ മാത്രം, ഒറ്റ ആൾ മാത്രം ബിസിനസ് നടത്താൻ വെച്ചാൽ, ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കട, അത് ഒരാൾ അയാൾ തന്നെ അവിടുത്തെ സാധനം കൊടുത്തിരിക്കുന്നു, അത് വിൽക്കുന്ന കാര്യങ്ങൾ. ഇതിനെ പറയുന്ന പേരാണ് പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് നമ്മൾ ഇതിന് പറയുന്നത്? പ്രൊപ്രൈറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ 2-3 ആൾക്കാർ ചേർന്ന് ഒരു കട നടത്തും, അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ നോക്കാം, ഈ ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആരാ? ഈ പ്രൊപ്രൈറ്റർ ഉണ്ടല്ലോ, പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയാം. ഒരാൾ തന്നെ ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ, ലൈക്ക് സെൽഫ് എംപ്ലോയ്മെന്റ്, അതിനെ പറയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരാളുടേത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആ പ്രൊപ്രൈറ്ററുടെ ഫണ്ട്, അതായത് ക്യാപിറ്റൽ, ആ പ്രൊപ്രൈറ്റർ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന ഫണ്ടിനെ നമ്മൾ പറയുന്നത് ഓണേഴ്സ് ഫണ്ട്. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ. ഓക്കെ, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പക്ഷെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലയബിലിറ്റി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ, ലയബിലിറ്റി. സോ നമ്മൾ ബിസിനസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്നുള്ളതൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ ഇല്ലുസ്ട്രേഷൻ 4 ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പരിചയപ്പെടുന്നത്. നോക്കിക്കോ, ഇല്ലുസ്ട്രേഷൻ 4. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ വിക്രം ബ്രദേഴ്സ് പ്രിപ്പയർഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്രം ദ ഇയർ എൻഡഡ് 31st March ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നോക്കാം, 3 കാര്യങ്ങൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രിപ്പയർ ചെയ്യണം? ഞാൻ ഇത് നോക്കാം, ഈ ഒരു ഇത് മാത്രമേ പഠിക്കുള്ളൂ, അതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ, ഇപ്പോൾ നമ്മൾ ഇല്ലുസ്ട്രേഷൻ 4 അല്ല വായിച്ചത്, അപ്പോൾ ഇതന്നെ കുറേ സമയം എടുക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലുസ്ട്രേഷൻ 5ഉം 6ഉം ഉണ്ട്, 5ഉം അതുപോലെ തന്നെ 6ഉം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരെണ്ണം വർക്കൗട്ട് ചെയ്താലും മതി. ഇവിടെ നോക്കട്ടെ, 6ലും നമ്മൾ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും, അതായത് നമ്മളിപ്പോൾ പഠിച്ച 3 ഫോർമാറ്റും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇല്ലുസ്ട്രേഷൻ 4 മാത്രം, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാവുന്ന മെനി ടൈം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നോക്കണം, ഫസ്റ്റ്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 4ൽ ആദ്യം എന്താ, നമുക്ക് 3 കാര്യങ്ങൾ, ട്രേഡിംഗ് അക്കൗണ്ട് വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം, ബാലൻസ് ഷീറ്റ് വേണം, 3 വേണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ്. ഇത് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. ആദ്യം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണം ഈ ക്യാഷ് ഇൻ ഹാൻഡ്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ആദ്യം നോക്കും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആവശ്യമുണ്ടോ? ഇല്ല. മോട്ടോർ കാർ ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ലല്ലോ. ഇൻവെസ്റ്റ്മെന്റ് ഇതൊന്നും. ഓപ്പണിംഗ് സ്റ്റോക്ക് അതെന്തിൽ വേണം? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തിൽ വേണം? ഇതിലുണ്ടാവും, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ. സോ അത് വേണം. പിന്നെ സെയിൽസ് റിട്ടേൺ വേണം, സാലറീസ് വേണ്ട, ഡിസ്കൗണ്ട് അലോഡ് വേണ്ട, ക്യാരേജ് ഇൻവാർഡ് ഇത് വേണം. ഇതൊന്നും വേണ്ട, അധികം വേണ്ട. വേജസ് വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മളല്ലോ ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. പോസ്റ്റേജ് വേണ്ട, ഡെപ്റ്റേഴ്സ് വേണ്ട, ഇൻട്രസ്റ്റ് വേണ്ട, പർച്ചേസ് വേണം. ക്യാപിറ്റൽ വേണോ? വേണ്ട. ഡിസ്കൗണ്ട് റിസീവ്ഡ് വേണ്ട. സെയിൽസ് വേണം, ക്രെഡിറ്റേഴ്സ് വേണം, വേണ്ട.
ഇൻട്രസ്റ്റ് വന്നു, പർച്ചേസ് റിട്ടേൺ വേണം, ഇത്രയും കാര്യങ്ങളല്ല വിൽസേഡിലും വേണ്ട, പർച്ചേസ് റിട്ടേണും വേണം. അപ്പൊ നമ്മുടെ ടിക്ക് ഇട്ടത് മാത്രം മതി. ഇപ്പൊ ഇതൊന്നും വേണ്ട, അത് വേണം. ഇപ്പൊ എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് ഇത് മാത്രം ചെക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് അറിയാം നമുക്ക്. ഫസ്റ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടെ തന്നിട്ടുണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല അല്ലേ? അപ്പൊ ഞാൻ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, ആദ്യം നമ്മൾ പേര് എഴുതി ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ ഉണ്ട് 30,000 അത് ട്രേഡ് ആക്കി. അത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഇനി ഓരോന്നും നിങ്ങളെന്റെ കൂടെ വേണം കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 35,000 റുപ്യന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. 35,000 പ്ലസ് പർച്ചേസ്, അപ്പൊ നമ്മൾ എഴുതി പ്ലസ് പർച്ചേസ് 35,000 അവിടെ എഴുതി. ഓക്കെ, ഇനി പർച്ചേസ് ഉണ്ട്. പർച്ചേസ് എത്ര? 80,000. പക്ഷേ ഈ 80,000 പർച്ചേസ് ഉണ്ടെങ്കിലും കുറച്ച് റിട്ടേൺ വന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. റിട്ടേൺ പർച്ചേസ് റിട്ടേൺ ഇവിടെ ഉണ്ട്. പർച്ചേസ് റിട്ടേൺ എത്ര? 3,800. ഇപ്പൊ 80,000 നമ്മളെടുത്ത് പർച്ചേസ് വന്നെങ്കിലും അതിലൊരു 3,500 എന്താ, 3,800 എന്താ റിട്ടേൺ. അതായത് ഒരു 76,200 രൂപ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. 76,600. അപ്പൊ ആ 76,600 ഉള്ളൂ. ഇപ്പൊ ഇത്രയും റിട്ടേൺ വന്നുകൊണ്ട് അത് കുറച്ചതല്ലടാ ആക്ച്വൽ പർച്ചേസ്. അപ്പൊ അത് 76,600. പിന്നെ ഞാൻ പറഞ്ഞു വേജസ് ഞാൻ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി ഓരോ ഡയറക്റ്റ് എക്സ്പെൻസ് വേജസ് ഞാൻ എഴുതി എത്ര? 21,000. പിന്നെ കാരിയഡ് ഇൻവേർഡ്, അതായത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ 1,800 അത് ഇത് കൂടെ. ഓക്കെ, അപ്പൊ ആ സൈഡ് കഴിഞ്ഞു. ഇനി സെയിൽസിലും സെയിൽസ് റിട്ടേൺ ഉണ്ട്. സെയിൽസ് ഇത് അവിടെ കിടക്കുന്നുണ്ട്, സെയിൽസ് റിട്ടേൺ ഇവിടെ ഉണ്ട്, സെയിൽസ് ഇവിടെ ഉണ്ട്. നമ്മുടെ 2,30,000 സെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ 2,500 റുപ്യ തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പൊ എത്ര നെറ്റ് വരിക? സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ചു. അപ്പൊ 2,27,500 അതാണ് ആക്ച്വൽ സെയിൽസ് പറയുന്നത്. സോ അപ്പൊ അതും കഴിഞ്ഞു. ഇപ്പൊ നോക്കി നമ്മൾ ടിക്കറ്റ് അതെല്ലാം കഴിഞ്ഞു എന്നാണ്. ഇവിടെയൊക്കെ ശരിക്കും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ഓക്കെ അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടോ? ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ക്വസ്റ്റ്യന്റെ പുറത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ശരിക്കും ഈ ടേബിളിലല്ല തന്നിട്ടുള്ളത്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട് 28,000. അപ്പൊ ആ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ തന്നിട്ടുള്ള, പക്ഷെ ഇവിടെ തന്നില്ല. ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ 28,000 എഴുതി. എന്നിട്ട് ടാലി ചെയ്യും. ആദ്യം ഇവിടെ നോക്കട്ടെ, നമ്മൾ ക്രെഡിറ്റ് സൈഡ് രണ്ടും ആഡ് ചെയ്യണം അല്ലെ? ഇവിടെ രണ്ടും ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 2,55,500. ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആയിരുന്നു, ഈ സൈഡ് ആയിരുന്നു കൂടുതൽ, ഇൻകം സൈഡ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പൊ ഇതിനർത്ഥം എന്താ? പ്രോഫിറ്റ് ആണ് ഇവിടെ. ഓക്കെ, എന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. അതായത് ഈ സൈഡ് ഞാൻ ഈ വട്ടിട്ട് കാണിക്കുന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് ഏത് കുറക്കണം? ഇത്രയും എമൗണ്ട് ഡെബിറ്റ് സൈഡ് കുറക്കും. ആ എമൗണ്ട് ആണ് ഇവിടെ കൊടുത്ത 1,21,000. അതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരി ഓക്കെ, ഒരു ഡൗട്ടും ഇല്ലല്ലോ, പക്കയല്ലേ? ഇനി ഞാൻ പറഞ്ഞു ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഹെഡിങ് ഏത് വർഷത്തെയാണ്? ഈ ഗ്രോസ് പ്രോഫിറ്റ് നേരെ കൊണ്ട് ഇവിടെ എഴുതുക. ഉണ്ടോ? അത് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് ചെയ്തത്, കാരണം ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് ഇവിടെ 1,21,000. അപ്പൊ നമ്മൾ അത് എഴുതി, അവിടെ എഴുതി കഴിഞ്ഞു കേട്ടോ. എഴുതി ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ഇനി ഞാൻ നോക്കുക ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ വീണ്ടും ടേബിളിലോട്ട് പോവാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻകം എക്സ്പെൻസ് മാത്രമേ ഇവിടെ വരുള്ളൂ. ഈ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരും, ബാക്കി ഒന്നും വരില്ല. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് അത് ഞാൻ കൂടി വരും ട്രേഡിംഗ് അക്കൗണ്ട്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരിക്കലും ഒരു അസെറ്റും കയറി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി ഇൻകം ഉണ്ട്. അപ്പൊ ഇനി എടുക്കാത്ത ഹൈലൈറ്റ് ചെയ്തൊക്കെ നമ്മൾ ആൾറെഡി എടുക്കാം. നമുക്ക് ചെക്ക് ചെയ്യാം. ബ്ലൂ കളർ കൊണ്ട് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് വേണം, വേണ്ട അസെറ്റ്. അപ്പൊ അത് എടുക്കുള്ള ബാലൻസ്. മോട്ടോർ കാർ സെറ്റ്. ഡ്രോയിങ് ക്യാപിറ്റലായിട്ട് റിലേറ്റഡ് ഇല്ല, എവിടെ പോകണം? ലീഗൽ ചാർജ് ഇത് എക്സ്പെൻസ് അല്ലേ, വേണം. പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, അസെറ്റ്. സാലറീസ് വേണം, കാരണം എക്സ്പെൻസ്.
ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് അതെന്താ എക്സ്പെൻസ്. പോസ്റ്റേജ് എക്സ്പെൻസ്. ഡെപ്റ്റേഴ്സ് എക്സ്പെൻസ് അല്ല അസെറ്റ്സ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് പലിശ കൊടുത്തത്. ഇൻഷുറൻസ് പ്രീമിയം അല്ല ഇൻട്രസ്റ്റ് സോറി എക്സ്പെൻസ് ആണ് പറഞ്ഞത് എക്സ്പെൻസ്. ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുറൻസ് കൊടുത്തത് ചെലവല്ലേ. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് റിസീവ് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടും അതേതാ റിസീവ്ഡ് ഇൻകം. ഓക്കെ ഇപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ക്രെഡിറ്റേഴ്സ് ആവശ്യമുണ്ടോ ലയബിലിറ്റി ബാലൻസ് ഷീറ്റ്. ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതെന്താ ഇൻകമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ നമുക്ക് കിട്ടണം. ഇതുമാണ് ബിൽസ് പേയബിൾ വേണോ വേണ്ട ലയബിലിറ്റി. അപ്പൊ ഏതൊക്കെയാ വേണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ വേറൊരു ഹൈലൈറ്റർ ഉണ്ട് ഇതിൽ ഹൈലൈറ്റ്. ലീഗൽ ചാർജ് വേണം എക്സ്പെൻസ് ആണ്. സാലറി വേണം എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് വേണം എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ് വേണം എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് വേണം എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം വേണം എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് വേണം എന്താ ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അതും ഇൻകം ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടേക്ക് വേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം. അപ്പൊ ഈ ലീഗൽ ചാർജും സാലറി ഇതൊക്കെ എക്സ്പെൻസ് അല്ലേ. അപ്പൊ ആദ്യം എക്സ്പെൻസുകളൊക്കെ എഴുതും. സാലറി എഴുതി ഇൻഷുറൻസ് പ്രീമിയം അതിൻ്റെ ഒക്കെ കറക്റ്റ് ആയി പോകുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് എഴുതി പോസ്റ്റേജ് ഇൻട്രസ്റ്റ് ലീഗൽ ചാർജ് നമ്മളിവിടെ കണ്ടോ ലീഗൽ ചാർജ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പെൻസ് ഒക്കെ അത് അങ്ങനെ എടുത്ത് ഒന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ എത്ര എക്സ്പെൻസ് ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 എക്സ്പെൻസ് അല്ലേ ഇവിടെ. 1 2 3 4 5 6 6 കെട്ടി. ഇനി ഇൻകം എത്ര ഉണ്ട് ഇവിടെ 1 2 ആ 2 ഇൻകം ഇവിടെ എഴുതി 1 1 2 എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ഇവിടെ നമ്മൾ ആദ്യം നോക്കണേ ഡെബിറ്റ് സൈഡ് കൂട്ടിയേക്കുന്നു. ഡെബിറ്റ് സൈഡ് ഈ സൈഡ് എല്ലാം കൂട്ടുക ഈ സൈഡും കൂട്ടുക. ഈ സൈഡ് കൂട്ടിയപ്പോൾ എത്ര കിട്ടി 1,28,700. ഓക്കെ ഇനി വേണമെങ്കിൽ ഞാൻ ഈ സൈഡ് കൂട്ടാം. ഈ സൈഡ് എങ്ങനെ കൂട്ടാം ഈ സൈഡ് ഡെബിറ്റ് സൈഡ് കൂട്ടാണ് 12,000 പ്ലസ് 1,200 പ്ലസ് 600 പ്ലസ് 400 പ്ലസ് 1,500 പ്ലസ് 1,500 17,500 മൈനസ് അത് 1,28,700 കുറക്കണം എന്ത് ഈ 17,500. അപ്പൊ എത്ര കിട്ടുന്നത് ഈ എമൗണ്ട് കിട്ടും. ഏത് എമൗണ്ട് 1,11,500 എന്ന് പറഞ്ഞ എമൗണ്ട്. ഓക്കെ അതാണ് ഇതിന്റെ നോക്കണ. ഇതിന്റെ നോക്കി ഏത് സൈഡാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ഡെബിറ്റ് സൈഡ് കുറവാണ്. അതായത് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണ്. അപ്പൊ ഇത് എന്തായിരിക്കും നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഈ ട്രാൻസ്ഫർ എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അവിടെ എഴുതി കൊണ്ട് ഈ നെറ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ഈ 1,11,500 ഇല്ലേ ഇതാണ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യുന്നത്. ഇത് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അപ്പൊ അതാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ അതോടുകൂടെ എന്തും കഴിഞ്ഞു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പണിയും കഴിഞ്ഞു. ഇനി നമുക്കുള്ള ഏതാ ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റിന് വേണ്ട. അപ്പൊ കഴിഞ്ഞതൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ആണ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ്. ബാലൻസ് ഷീറ്റ് നമുക്ക് വേറെ കളർ കൊടുക്കാം. ഏത് കളർ കൊടുക്കണം എടുത്ത് വന്നിട്ട് ബാലൻസ് ഷീറ്റിന് ഏത് കളർ കൊടുക്കാം എന്ന് ചോദിച്ചാൽ കൊടുക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാ അല്ലേ. അപ്പൊ അത് ഇതിലോട്ട് വേണം. മോട്ടോർ കാർ അസറ്റാ. ഡ്രോയിങ്സ് ഈ ഡ്രോയിങ്സ് എന്താ കാട്ടേണ്ടത് ഡ്രോയിങ്സ് ഇവിടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ ഈ ക്യാപിറ്റലിന് ഈ ഡ്രോയിങ്സ് കുറക്കണം. ഈ 48,000 കുറക്കും വേണം. നമ്മുടെ കിട്ടിയ അവിടെ നെറ്റ് പ്രോഫിറ്റ് ഇല്ലേ അത് ഈ ക്യാപിറ്റൽ ഇതിലൂടെ ആഡ് ചെയ്യണം. ഓക്കെ അതാണ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ്. കാരണം ഡ്രോയിങ്സ് ആണ് ഓണർ എടുത്ത് കൊണ്ടായ പൈസയാണ് 48,000 എടുത്ത് കൊണ്ടായിട്ട് അതിന് പകരമായിട്ട് എത്ര കിട്ടുകയും ചെയ്തു 1,00,000 പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അത് ഇപ്പൊ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. മറന്നു ഡ്രോയിങ്സ് ക്യാപിറ്റൽ. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ് അസറ്റ് സൈഡിൽ എഴുതണം. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ് അസറ്റ് സൈഡിൽ എഴുതണം.
പിന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ, അവരെന്താ നമ്മുടെ asset. പിന്നെ ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്, അപ്പൊ ലാബിലിറ്റി സൈഡിൽ വരും. ബിൽസ് പേബിൾ ലാബിലിറ്റി ആണ്. ഇപ്പൊ എല്ലായിടത്തില് അപ്പൊ ഇനി പച്ചുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോകും. ആദ്യം എവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ലിക്വിഡിറ്റി ബേസ് ആണോ അല്ലെങ്കിൽ പെർമനൻസി ബേസ് ആണോ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇവിടെ വരെ ഏതാ ചെയ്തിരിക്കണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബിൽസ് പേബിൾ ഇവര് ലിക്വിഡിറ്റി ബേസിസ് ആ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പേ എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു. ഇനി ആദ്യം നമുക്ക് ഈ ക്യാപിറ്റൽ ശരിയാക്കാം. ക്യാപിറ്റൽ നോക്കി, ആദ്യം ക്യാപിറ്റൽ ഇവിടെ ലിക്വിഡിറ്റി ബേസിസ് ആയതുകൊണ്ട് ലാസ്റ്റ് ആണ് ക്യാപിറ്റൽ വരുന്നത്. പെർമനൻസി ആണെങ്കിൽ ഫസ്റ്റ് വരെ വരും. ക്യാപിറ്റലിൽ 70,000 ഉണ്ടായിരുന്നു. അത് നെറ്റ് പ്രോഫിറ്റ് ഈ വർഷം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് ഈ 1,11,500 അത് എവിടെ നിന്ന് കിട്ടിയത്? നമുക്ക് കിട്ടിയത് ഉണ്ടാവും, ഇവിടെ നിന്നാണ് കിട്ടിയത്. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടി. ആ പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്തു. പക്ഷേ ഇതിൽ ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ, ഓണർ കൊണ്ടുപോയ ഫണ്ട് 48,000 റുപ്യ എടുത്തു. അപ്പൊ അത് കുറക്കും വേണം. അപ്പൊ അത് ഇത് ആഡ് ചെയ്തു, ഇത് കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 1,30,000. അപ്പൊ ക്യാപിറ്റലിൽ കഴിഞ്ഞു. കഴിഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഡ്രോയിങ്സ് കഴിഞ്ഞു, ക്യാപിറ്റലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഡ്രോയിങ്സും കഴിഞ്ഞു. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് എവിടെ? അസറ്റ് സൈഡിൽ എവിടെ അസറ്റ് എഴുതി കണ്ടോ? ക്യാഷ് ഇൻ ഹാൻഡ് ആ 500 റുപ്യ ഇവിടെ ഇങ്ങനെ എഴുതി. എത്ര? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് പറ്റിയാലോ? ക്യാഷ് ഇൻ മോട്ടോർ കാർ എഴുതണം, പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതണം, ഇൻവെസ്റ്റ്മെന്റ് എഴുതണം. 3 അസറ്റ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വരാം. മോട്ടോർ കാർ ഒക്കെ അസറ്റ് അല്ലേ? അസറ്റ് മോട്ടോർ കാർ എഴുതി, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതി, ഇൻവെസ്റ്റ്മെന്റ് എഴുതി, 3 എഴുതി, അസറ്റ്സ് എല്ലാം എഴുതി. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടോടത്ത് വരും. ഒന്ന് വരും ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. നമ്മളിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയായിരുന്നു 28,000. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയും വരും. ഇവിടെ ടേബിളിൽ ഇല്ല, പക്ഷെ അത് എവിടെ എഴുതണം? നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എഴുതണം. അപ്പൊ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി ആഡ് ഓൺ ചെയ്യണം. ഇനി അപ്പൊ അത് ഫുള്ള് കഴിഞ്ഞു. അപ്പൊ അതൊക്കെ വെട്ടി. ഇനി ഇവിടെ ഡെപ്റ്റേഴ്സ് ഉണ്ട് 60,000. അത് നമുക്ക് വെട്ടാം. ഡെപ്റ്റേഴ്സ് നേരെ അസറ്റ് സൈഡിലോട്ട്. ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് അല്ലേ? അസറ്റ് സൈഡിലോട്ട്. ഓക്കെ, അപ്പൊ ഡെപ്റ്റേഴ്സും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്യാപിറ്റലിൽ കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സ് 46,000 ഉണ്ട്. അത് ലയബിലിറ്റി സൈഡിൽ വരും. എവിടെ? ക്രെഡിറ്റേഴ്സ് 48 ലയബിലിറ്റി സൈഡിൽ വരും. ബിൽസ് പേബിൾ അതും ലയബിലിറ്റി സൈഡാണ്. അപ്പൊ രണ്ടും ക്രെഡിറ്റേഴ്സും കഴിഞ്ഞു. 2 എഴുതി. ഏതാ എഴുതിയ? ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേബിൾ. ഇനി ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എഴുതാൻ? ഇതൊക്കെ പച്ച ഉണ്ട്, എല്ലാം വെട്ടിയില്ല, വെട്ടാത്തൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ പണിയാണ് ഫുള്ള് എഴുതിയില്ല. എന്നിട്ട് രണ്ട് ജസ്റ്റ് ടാലി ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ടാലി ആവും. നമ്മൾ ചെയ്തത് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ തെറ്റിയാലും ആര് തെറ്റും? ടാലി ആവില്ല. എവിടെ ഒരു റുപ്യന്റെ വ്യത്യാസം വന്നാലും ബാലൻസ് ഷീറ്റ് വിൽ നോട്ട് ടാലി. കാരണം അത്രയും അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ എന്ത് ടാലി ആവുള്ളൂ, ബാലൻസ് ഷീറ്റ് ടാലി ആവും. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ആക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ ബാലൻസ്. ഓക്കെ, വളരെ നീറ്റ് ആൻഡ് ഇതിൽ പഠിക്കും. ഓരോന്നിനും ഫോർമാറ്റ് പഠിക്കുക, എങ്ങനെയാണ് എഴുതുക പഠിക്കുക. ഒരു കാരണവശാലും ഹെഡിങ്ങും ആൻസർ ബാക്കിയില്ലെങ്കിലും വേണ്ടില്ല, ഹെഡിങ്ങും ഇതും കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ പകുതിയിലധികം കാര്യമാണ് പാസ്സാവാതിരിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇല്ല ഇല്ലുസ്ട്രേഷൻ 5 നിങ്ങൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ അവർ ആൻസറും തന്നിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടോ? അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടോ? നേരെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ഇൻകം ഒന്നുമില്ല, അതുകൊണ്ട് എക്സ്പെൻസസ് മാത്രമേ ഉള്ളൂ. എക്സ്പെൻസസ് ഉണ്ടാക്കുന്നു, എന്തുണ്ടാക്കുന്നു? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. വീണ്ടും ഇല്ലുസ്ട്രേഷൻ 6 സെയിം കാര്യം തന്നെ. ട്രയൽ ബാലൻസ് ആണ് വന്നത്. ഓക്കെ, ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഡോണ്ട് വരി, നിങ്ങൾ അതുപോലെ എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാകും. ഓക്കെ, ചിലപ്പോൾ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസും കൊണ്ട് ഒരുമിച്ച് ഉണ്ടാക്കാം. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്തില്ല കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതോടുകൂടെ അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ പഠിച്ച കാര്യങ്ങൾ കൂടെ ഡിസ്കസ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഇത്രേ പഠിച്ചുള്ളൂ. എന്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റും. ലിക്വിഡിറ്റി ഓർഡർ, ഇവിടെ പെർമനൻസി ഓർഡർ, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫോർമാറ്റ്സ് ഇതൊക്കെ പഠിക്കും. ഏതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഏത് ചാപ്റ്റർ
രണ്ടാമത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷന് ശേഷം വരുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഓക്കെ, എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നത്. അഡ്ജസ്റ്റ്മെന്റ്. ഇനി നിങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ എൻട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫൈനാൻഷ്യൽ, ഇപ്പം നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ട്രേഡിംഗ് അക്കൗണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് ഇനി ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എന്ന നിലക്കാണ് ഞാൻ തീർച്ചയായിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ